ഒരു മസ്ജിദുമായി ബന്ധപ്പെട്ട ഒരു സംസ്കാരം പഴയ കാലത്ത് ആളുകൾ സൂക്ഷിച്ചു പോന്നിരുന്നു. 1920-കൾക്ക് ശേഷം വന്നതാണ് മദ്രസയുമായി ബന്ധപ്പെട്ട ഒരു മദ്രസ സംസ്കാരം. മദ്രസ സംസ്കാരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു 50 വയസ്സ് കഴിഞ്ഞ ഒരാൾ 50 വയസ്സ് വരെ നിസ്കരിച്ചില്ല എന്ന് വിചാരിക്കുക. നോലും പോറ്റിയില്ല, ഒന്നും ചെയ്തില്ല. അങ്ങനെ ഒരു 50 വയസ്സായപ്പോൾ അവന് പള്ളൻ്റെ ഉള്ളിൽ കൂടി ഒരു വേദന ഇങ്ങനെ ഉണ്ട് തുടങ്ങി. ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഇത് കാര്യമായിട്ടൊന്ന് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞാൽ പോണ്ട് ബേജാറായിട്ട് പഠിച്ചോനെ എന്നാ ഇനിയിപ്പോൾ നിസ്കരിച്ചണല്ലോ എന്നാണ് തീരുമാനിച്ചാൽ ഒന്നും ആലോചിക്കാനില്ല, പള്ളിക്കണ് കയറിയിട്ട് അള്ളാഹു അക്ബർന്ന് കെട്ടിയാൽ മതിയാവും. ഓന് നിസ്കാരം ഓട്ടോമാറ്റിക്കായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നതാണ് മദ്രസ സംസ്കാരം ഉണ്ടാക്കിയ പ്രത്യേകത. ഏത് 50 വയസ്സ് പറഞ്ഞാൽ KT മാനുസ്താദ് അള്ളാഹുരുടെ ദർജ ഉയർത്തട്ടെ. KT മാനുസ്താദ് പറഞ്ഞ അനുസരിച്ച് ഉത്തരേന്ത്യയിലെ ആളുകൾ ഫാത്തിഹ ഓതാൻ പഠിക്കണ കാലാണ് ഈ 50 വയസ്സ് പറഞ്ഞത്. അന്ന് കേരളത്തിലെ ഒരാൾക്ക് നിസ്കരിച്ചണമെന്ന് തോന്നിയാൽ ആരോടും ചോദിക്കേണ്ടി വരില്ല, പള്ളിക്കൺ കയറിങ്ങാണ്ട് തെക്കിബിറൻ കെട്ടിയാൽ മതി, ഓൻ എല്ലാ കാര്യങ്ങളും അറിയാമെന്നത് 8 വയസ്സാകുമ്പോഴേക്ക് നമ്മൾ അറിയാതെ പഠിച്ചു പോകുന്ന നിസ്കാരം, നോമ്പ്, ഈമാന് തുടങ്ങിയ കാര്യങ്ങളാണ്. അത് മദ്രസ സംസ്കാരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. അതുകൊണ്ട് ഒന്ന് മദ്രസയെ നമ്മൾ തിരിച്ചറിയണം. മദ്രസയ്ക്ക് 2 പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത അത് ഉണ്ടാക്കിയവരുടെയും അതിലേക്ക് പോകുന്നവരുടെയും ഉദ്ദേശത്തിൻ്റെ പ്രത്യേകതയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ നാട്ടിൽ ഒരു പ്രാദേശിക മദ്രസ ഉണ്ടാവും. ഇപ്പോഴൊക്കെ എല്ലാ ഭാഗങ്ങളിലും സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒരു സിസ്റ്റമാറ്റിക്കായ മദ്രസയുണ്ട്. ഞാൻ 2ൻ്റെ ആളാണ്, അതുകൊണ്ട് എനിക്ക് 2ഉം പറയാനുള്ള യോഗ്യതയുണ്ട്. ഇംഗ്ലീഷ് മീഡിയത്തിലെ സ്കൂളിൽ ഒരാഴ്ചയിൽ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഒരു ദിവസത്തിൽ 3 പീരീഡ് വീതം 5 ദിവസം ഉണ്ടെങ്കിൽ 15 പീരീഡ് കൃത്യമായി കിട്ടും. നമ്മുടെ നാട്ടിലെ മദ്രസയിൽ അരമണിക്കൂർ, ചില കുട്ടികളൊക്കെ 10 മിനിറ്റാണ് വരിക. മദ്രസയിൽ വന്നുങ്ങാണ്ട് ഫാത്തിഹ ഓതിയിട്ടൊരു ബൈത്തുണ്ട്, അതൊക്കെ ചൊല്ലി കഴിയുമ്പോഴത്തേന് ഉസ്താദേ പോട്ടെ എന്ന് ചോദിക്കും. അങ്ങനെയാണ് 5 മിനിറ്റ് 10 മിനിറ്റിനൊക്കെ മദ്രസക്ക് വരുന്നവർ ഏറി അരമണിക്കൂർ കിട്ടിയ വലിയ കിട്ടലായി. ഇങ്ങനെയൊക്കെയാണ് മദ്രസയിലുള്ളത്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇംഗ്ലീഷ് മീഡിയത്തിലെ മദ്രസയും നാട്ടിലെ മദ്രസയും തമ്മിൽ വേർതിരിയുന്ന 2 ഘടകങ്ങളുണ്ട്. ആ ഒരു അരമണിക്കൂർ വേറെ തന്നെ ഇക്കാരം. മറ്റേ 3 പീരീഡിൻ്റെ അവിടേക്ക് അതിനേക്കാൾ എത്രയോ മേലായിരിക്കും ഈ അരമണിക്കൂറുണ്ട്. അതിൻ്റെ ഒരു കാരണം, രാവിലെ മദ്രസയ്ക്ക് കുട്ടി ഇങ്ങനെയാണ് പോകുമ്പോൾ, പുസ്തകമൊക്കെ എടുത്തുങ്ങാണ്ട് ഇങ്ങനെയാണ് പോകുമ്പോൾ മനസ്സിലുള്ളത് ഞാൻ ഓതാൻ പോവുകയാണ് എന്ന നിയ്യത്താണ് എന്നതാണ്. രണ്ടാമത് സ്കൂൾക്ക് പോകുമ്പോൾ 15 പീരീഡ് കിട്ടിയാലും നിയ്യത്തിൽ ഞാൻ സ്കൂൾക്ക് പോവുക എന്നാണ് ഉണ്ടായിരുന്നത്. സംഗതി സമയമൊക്കെ കുറേ കിട്ടിയിട്ടുണ്ട് എന്നത് ശരിയാണ്. അതുകൊണ്ട് തന്നെ 2ൻ്റെയും ഗുണങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടാവും. രണ്ടാമത്തെ കാര്യം, സ്കൂളുകൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നവർ ദുന്യാവുന്ന എന്തെങ്കിലും കിട്ടണമെന്ന് കരുതിയിട്ടാണ് ഭൂരിഭാഗവും, അല്ലാത്തത് വളരെ അപൂർവമായിട്ടുണ്ടാവും. എന്നാൽ മദ്രസക്ക് വേണ്ടി ചിറ്റ് മുറിച്ചു കൊടുത്ത ആൾക്കാർ ദുന്യാവുന്ന ഒന്നും കിട്ടാനല്ല, ആഖിറത്തിൽ ജാരിയായ സ്വതക്കയായി കിട്ടാനാണ്. പണം ചെലവഴിക്കുന്നവരുടെ ഉദ്ദേശമാണ് രണ്ടാമത്തെ കാര്യം. ഇത് രണ്ടും മദ്രസകൾക്ക് മാത്രം അവകാശപ്പെട്ട പ്രത്യേകതകളാണ് എന്നതാണ് മദ്രസയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കേരളത്തിലെ ഇസ്ലാമിക സംസ്കാരത്തെ തകർക്കാൻ 2 കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് ശത്രുക്കൾക്കറിയാം. ഒന്ന് മസ്ജിദ് സംസ്കാരത്തെ തകർക്കണം, മറ്റൊന്ന് മദ്രസ സംസ്കാരത്തെ തകർക്കണം. മസ്ജിദ് സംസ്കാരത്തെ തകർക്കുക എന്ന് പറഞ്ഞാൽ പള്ളി പൊളിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. മസ്ജിദുമായി ബന്ധപ്പെട്ട സംസ്കാരത്തെ പൊളിക്കലാണ്. മസ്ജിദുമായി ബന്ധപ്പെട്ട ഒരു സംസ്കാരമുണ്ട്. മസ്ജിദുമായി ബന്ധപ്പെട്ട സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മളൊരുപാട് കാര്യങ്ങൾ പള്ളിയിൽ നിന്നാണ് പഠിക്കുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ വെള്ളിയാഴ്ച ജുമുഅക്ക് എന്നാൽ ഇമാമ് ഖുത്ബ ഓതും. 1ാമത്തെ ഖുത്ബ അവസാനിക്കുമ്പോൾ ഒരു ആയത്ത് ഓതലുണ്ട്. ആ ആയത്തിൻ്റെ മുമ്പ് ഇമാം ഇങ്ങനെ ഉറക്കെ പറയും, കലാമുല്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പം നമ്മളെല്ലാവരും പറയും സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു
ഈ ദിക്ർ ആരും എഴുതി പഠിച്ചതല്ല, എല്ലാവരും കേട്ടു പഠിച്ചതാണ്. ഈ ദിക്ർ ആരും എഴുതി പഠിച്ചിട്ടുണ്ടാവില്ല. നമ്മളെ തലമുതിർന്ന കാരണവന്മാർ ചെല്ലിന് കേട്ടിട്ട് നമ്മൾ പഠിച്ച ഒരു സാധനമാണ് സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു. അത് കഴിഞ്ഞിട്ട് ഇമാമ് നിസ്കരിക്കാൻ നിന്നാൽ ഇമാമ് ഫാത്തിഹ കഴിഞ്ഞിട്ട് സൂറത്ത് ഓതുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ ചില ദുആകളൊക്കെ ഉണ്ട്. അത് നമ്മൾ ആദ്യം ഇങ്ങനെ കാരണന്മാരെന്തോ അവിടെ എത്തുമ്പോൾ സു എന്ന് പറഞ്ഞത് കേട്ടു. പിന്നെ നമ്മളിങ്ങനെ ആരൊരു ഒരാളെ കിട്ടിയപ്പോൾ എന്താണ് ആ ഒരു സുസുസു എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു തന്നിട്ട് അങ്ങനെ നമ്മൾ പിന്നെ പഠിച്ചുണ്ടാക്കിയതാണ് ഒരു സാധനം. ഇങ്ങനെ പള്ളിയുമായി ബന്ധപ്പെട്ട നമ്മൾ പഠിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. ഈ സംസ്കാരത്തെ തകർക്കുക അതെങ്ങനെയാ വെച്ചാൽ, ഇന്നിപ്പോൾ ജുമാക്ക് നിങ്ങൾ പള്ളിയിലൊക്കെ കയറി നോക്കിക്കോളി. ജുമാക്ക് പള്ളി കയറിയാൽ ഇമാമ് കലാമുല്ലാഹിൽ മലിക്കിൽ മന്നാൻ എന്ന് പറയുമ്പോൾ ഒറ്റ കുട്ടി മുണ്ടാതിരിക്കേക്കാരം. ന്യായം ഉണ്ടാവും, അത് പള്ളിയിൽ വെച്ച് ദിക്ർ ഉറക്കയാക്കാൻ പറ്റൂല എന്നാണ് ന്യായം. പക്ഷെ അത് തഅലീമിൻ്റെ ഉദ്ദേശം ഉണ്ടെങ്കിൽ പറ്റുമല്ലോ, അടുത്ത തലമുറയെ പഠിപ്പിക്കാൻ എന്ന ഉദ്ദേശം ഉണ്ടെങ്കിൽ ഏതായാലും പറ്റുമല്ലോ. പക്ഷെ ഇന്ന് പഴയ തലമുറ അത് ചെല്ലണ് കേൾക്കൂല, അതുകൊണ്ട് തന്നെ പുതിയ തലമുറക്ക് പഠിണില്ല. അപ്പം നമ്മൾ പറയും കുട്ടികളൊക്കെ അപ്പം മേലെ കയറിയിരുന്ന് വർത്താനം പറയാണ് എന്ന് പറയും. കുട്ടികൾ മേലെ കയറിയിരുന്ന് വർത്താനം പറയാതിരിക്കണമെങ്കിൽ താഴെ ഇരിക്കണ കാരണന്മാർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായി ചെയ്യണം. ഇമാമ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയും. അപ്പോൾ കേൾക്കുന്ന ആളുകളൊക്കെ വലൈക്കുമുസ്സലാം എന്ന് പറയുമ്പോൾ മേലെ കുറച്ച് കുട്ടികളെ എത്തിയിട്ടുണ്ടാവുള്ളൂ. ഓല് താഴത്തുനിന്ന് വലൈക്കുമുസ്സലാം എന്ന് കേൾക്കുമ്പോൾ ആ താഴത്ത് ജുമുആണല്ലേ, മുണ്ടാൻ പറ്റില്ല, എന്നാൽ നേരെ ഇരിക്കാൻ തീരുമാനിച്ചിങ്ങാണ്ട് നേരെ ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് കലാമുല്ലാഹിൽ മലിക്കിൽ മന്നാൻ എന്ന് പറയുമ്പോൾ വർത്താനം ഇങ്ങനെ മുറുകണുണ്ടാവും മേലെ. അപ്പം എല്ലാവരും കൂടിയും സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറയുമ്പോൾ മേലുള്ള കുട്ടികൾക്ക് മനസ്സിലാവും പടച്ച റബ്ബേ താഴെ ജുമുആണല്ലോ എന്നാ മുണ്ടണ്ടാന്ന്. ഇതൊക്കെ ഈ മസ്ജിദ് സംസ്കാരത്തിൽപ്പെട്ട സംഗതികളാണ്. ഇതെല്ലാം എടുത്തു കളയുന്നൊരു തരത്തിലേക്ക് ആരോ മനഃപൂർവ്വം നമ്മളെ പറ്റിച്ചിരിക്കുന്നു, നമ്മളതിൽ പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സംസ്കാരങ്ങളെല്ലാം മടക്കി കൊണ്ടുവരണം എന്നുള്ളതാണ് ഒരു കാര്യം. എൻ്റെ വിഷയം മദ്രസ ആയതുകൊണ്ട് വേഗം അതിലേക്ക് വരികയാണ്. മദ്രസയുമായി ബന്ധപ്പെട്ട ഒരു സംസ്കാരത്തെ മുൻഗാമികൾ വളർത്തിയെടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കൽ റബീഉൽ അവ്വൽ 12 ഉദാഹരണം പറയാം. റബീഉൽ അവ്വൽ 12 പെരുന്നാളിനേക്കാൾ, ചെറിയൊരുനാളിനേക്കാൾ, വലിയൊരുനാളിനേക്കാൾ, മദ്രസൻ്റെ വാർഷികത്തിനേക്കാൾ, മജ്ലിസ് നൂറിൻ്റെ വാർഷികത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുക. എന്താ കാരണം വെച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യമാണ് യഥാർത്ഥത്തിൽ ഈമാൻ പറയുന്നത്. അപ്പോൾ റബീഉൽ അവ്വൽ 12 കുട്ടികളെ പരിപാടി ഇങ്ങനെ നടക്കുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥികൾ ഇങ്ങനെ സ്വകാര്യത്തിൽ വന്നിട്ട് സദർ ഉസ്താദിനോട് ചോദിക്കും, ഉസ്താദെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ സമയം ഉണ്ടാവുമോ? അപ്പോൾ സദർ ഉസ്താദ് പരിപാടികളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് സമയം ഉണ്ടാക്കിയിട്ട് ഇനി പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കുന്നതാണ് എന്ന് അനൗൺസ് ചെയ്യും. അങ്ങനെ പൂർവ്വ വിദ്യാർത്ഥികൾ സ്റ്റേജമ്മ കയറിയിട്ട് ഹക്കാന കൊനമറാൽ മക്കാവ് വിട്ട് നബി പക്കാ മദീന തണവായി. അപ്പോൾ ഗൾഫിൽ നിന്ന് ലീവിന് വന്ന കുട്ടികളുണ്ടാവും, ഓലെ കീശയിലുണ്ടാവും കായ്. ഓൽക്കിങ്ങനെ തോന്നും എന്താ ഈ പൈസ കീശയിൽ വെച്ചിട്ട് ഓലെടുത്തുങ്ങാണ്ട് കവറിലാക്കിങ്ങാണ്ടാണ് കൊടുക്കും. ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ മദ്രസയുമായി ചുറ്റിപ്പറ്റി പഴമക്കാർ വളർത്തിയെടുത്തിട്ടുണ്ട്. ഇതിനെയൊക്കെയാണ് മദ്രസ സംസ്കാരം എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. മദ്രസ പൊളിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, മദ്രസയുമായി ബന്ധപ്പെട്ട സംസ്കാരത്തെ തകർക്കുക എന്നതാണ്.